നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. അതിന് ഇത്തിരി സമയം എനിക്കതാ. സമയം എടുക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ കല്യാണം വേണ്ടെന്ന് മാത്രം പറയരുത്. ഞാൻ അത്രയ്ക്ക് പ്രതീക്ഷിച്ചു പോയി. അതായത് കല്യാണം ഏതാണ്ട് ഉറച്ച മട്ട. ഇത് പറയാനാണ് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ? ഈ ആലോചന വന്ന നേരത്തെ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? അവളെ ഏത് വിധേന എനിക്ക് എന്നെ കെട്ടിച്ചേരാന്ന് എന്നോട് എന്റെ അമ്മയോട് വാക്ക് പറഞ്ഞ ആളല്ലേ നിങ്ങള്? അത് ശരി തന്നെയാ ഭദ്ര. പക്ഷെ ഇങ്ങനൊരു ആലോചന നടക്കുന്ന വിവരം ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. അവര് പെണ്ണ് കാണാൻ വന്നപ്പോഴാ ഞാൻ സംഗതി അറിയുന്നേ. അപ്പൊ അതിനു മുമ്പ് ഒരു വിവരം ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇല്ലായിരുന്നോ? ഇല്ലാന്ന്. എന്റെ കരിക്കകത്ത് അമ്മയാണോ സത്യം? ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? പെണ്ണ് കാണാൻ വന്നവര് പെണ്ണ് കണ്ടിട്ട് പോകുന്ന ഞാൻ വിചാരിച്ചെ. പക്ഷെ അവിടെ എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയത്. ഇവരൊക്കെ പഴയ പരിചയക്കാരായിരുന്നില്ലേ? അപ്പൊ പിന്നെ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട കാര്യം അവർക്കുണ്ടോ? പയ്യനും പെണ്ണും കളിക്കൂട്ടുകാരല്ലേ? ചെക്കന്റെ ആൾക്കാർ ഒന്നും നോക്കിയില്ല. ഒരു വളയെടുത്ത് ദേവികയുടെ കയ്യിൽ ഇട്ടുകൊടുത്ത് വാക്കു ഉറപ്പിച്ചു. ആ സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യാനാ? ഭദ്ര, ഇനി ഞാൻ മാത്രം ശ്രമിച്ചതുകൊണ്ട് നീയും ദേവികയും തമ്മിലുള്ള കല്യാണം നടക്കൂല. നീ ഇതിൽ കുറച്ചുകൂടി താല്പര്യം എടുക്ക്. എങ്കിലേ നിങ്ങളുടെ വിവാഹം നടക്കൂ. അവളുടെ കയ്യിൽ ആര് വളയിട്ടാലും തളയിട്ടാലും ശരി, ആ കല്യാണം നടക്കില്ല. നടത്തില്ല ഭദ്രൻ. ഈ ഞാനല്ലാതെ മറ്റാരും അവളുടെ കഴുത്തിൽ താലി കെട്ടില്ല. അങ്ങനെ ആരെങ്കിലും അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ ഒരുങ്ങിയാൽ അവൻ ആയുസ് ഒടുങ്ങാതെ ചാവും. അവനെ വെട്ടിയെറിഞ്ഞാൻ കടലിൽ താഴ്ത്തും. ദേവികെ ഫോൺ ബെല്ലടിക്കുന്നു. നീ എന്താ എടുക്കാത്തെ? ഇത് ആനന്ദനാണല്ലോ വിളിക്കുന്നത്. നീ അറ്റൻഡ് ചെയ്. ഞാൻ എടുക്കുന്നില്ല മുത്തശ്ശ. ഹലോ. ഹലോ, മുത്തശ്ശനായിരുന്നോ? മുത്തശ്ശ പറഞ്ഞ മോനെ. മുത്തശ്ശ, ദേവികയില്ല അവിടെ? അവള് ആദ്യം നീ കാര്യം പറയൂ. ദേവിക മുത്തശ്ശനോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അത് ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഇന്നലെ ദേവിക എന്നെ വന്ന് കണ്ടിരുന്നു. ഇവിടെ അമ്പലത്തിൽ വെച്ചാ കണ്ടത്. ദേവു എന്നെ വന്ന് കണ്ടത് കല്യാണം വേണ്ടെന്ന് പറയാനായിരുന്നു മുത്തശ്ശ. വിവാഹത്തിൽ നിന്ന് അവള് പിന്മാറുകയാണെന്ന്. മുത്തശ്ശനത് അറിഞ്ഞോ? മുത്തശ്ശനും കൂടെ അറിഞ്ഞിട്ടാണോ ദേവിക ഇന്നലെ വന്ന് എന്നെ കണ്ടത്? ദേവിക ആനന്ദനെ വന്ന് കണ്ട് വിവാഹത്തിൽ നിന്ന് പെരുമാറുന്ന കാര്യം പറഞ്ഞത് ഞാൻ അറിഞ്ഞു. പക്ഷേ എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് അവൾ മോനെ വന്ന് കണ്ടത്.
ഓഹോ, അപ്പോ ഞാനുമായിട്ടുള്ള വിവാഹം വേണ്ടെന്ന് ദേവിക മാത്രമാണോ തീരുമാനിച്ചത്? അവള് തനിച്ച് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തല്ലേ? അത് എന്തിനാ ദേവിക ഇത് വേണ്ടാന്ന് വെച്ചത്? ദേവികയെ പ്രതീക്ഷിച്ച് കഴിയുന്നവർക്ക് വേണ്ടി അവൾക്ക് അവളുടെ താല്പര്യം വേണ്ടെന്ന് വെച്ചേ മതിയാവുന്ന എന്നോട് പറഞ്ഞത്. അതെന്തോ ആയിക്കോട്ടെ, എത്ര വലിയ ഇഷ്യൂ ആണെങ്കിലും ആയിക്കോട്ടെ, ദേവികയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവൾക്കൊപ്പം നിന്ന് ഞാൻ പരിഹാരം കാണാം. പക്ഷേ അവള് ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് മാത്രം എന്നോട് പറഞ്ഞാൽ മതി. അല്ലാതെ വിവാഹത്തിൽ നിന്ന് പിന്മാറേണ്ട യാതൊരു ആവശ്യമില്ല. മോനെ ആനന്ദ, നീ ടെൻഷൻ ആവാതിരിക്കേ. എനിക്ക് വലിയ വിഷമമുണ്ട് മുത്തശ്ശ. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദേവിക അവളുടെ അനിയത്തിമാരുടെ ജീവിതത്തെക്കുറിച്ചോർത്ത് ആദ്യം പഠിച്ച മോനോട് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്. അവൾക്ക് ഏറ്റവും വലുത് അവളുടെ കൂടപ്പറപ്പുകളുടെ ജീവിതമാണ്. സാരമില്ല, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. അതിന് ഇത്തിരി സമയം എനിക്കതാ. സമയം എടുക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ കല്യാണം വേണ്ടെന്ന് മാത്രം പറയരുത്. ഞാൻ അത്രയ്ക്ക് പ്രതീക്ഷിച്ചു പോയി. മോൻ നിരാശപ്പെടണ്ട. ഒരു കാര്യം ചെയ്യാം മുത്തശ്ശ, ഞാൻ അമ്മയും കൂട്ടി ദേവിക അവിടെ വന്ന് കാണാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സംസാരിക്കാം. അതായിരിക്കും നല്ലത്. ഞങ്ങൾ എന്തായാലും നാളെ അങ്ങോട്ട് വരാം. ശരി, എന്നാലൊക്കെ നിങ്ങൾ വാ, വന്നിട്ട് സംസാരിക്കാം. മുത്തശ്ശ, ശരി മുത്തശ്ശ. നാളെ ആനന്ദനും അവൻ്റെ അമ്മ ഇവിടെ വരും. അവർ വരുമ്പോ നീ മുഖം തിരിച്ചു നിൽക്കരുത്. നീ മുത്തശ്ശനെ വിഷമിപ്പിക്കാതെ വിവാഹത്തിന് എതിർപ്പൊന്നുമില്ല എന്ന് നീ അവരോട് പറയണം. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. മുത്തശ്ശ, പ്ലീസ് മുത്തശ്ശ. നമുക്ക് എന്തുകൊണ്ടും ആ ബന്ധം തന്നെ നല്ലത് മോള്. സുലോചന നേരിട്ട് എന്നോട് സംസാരിച്ചിരുന്നെങ്കിലും എന്റെ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവുമായിരുന്നില്ല. അവളെന്തായാലും ദേവികയെ പറഞ്ഞ് വിവാഹത്തിന് സമ്മതിപ്പിക്കാമെന്ന് പറഞ്ഞല്ലേ പോയിരിക്കുന്നേ. ആദ്യം അത് നടക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.